ദൈവത്തിന് മഹത്വം. എൻ്റെ പേര് ജയ, വടക്കാഞ്ചേരിയ വീട്. ഞാനൊരു കൺസ്ട്രക്ഷൻ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. ആ മുതലാളിക്ക് ഇത്തിരി ദേഷ്യം കൂടുതലാണ്. ആൾ പണി നടന്നില്ല എന്ന് പറഞ്ഞിട്ട് 2 പണിക്കാരെ പറഞ്ഞു വിട്ടു. എന്നോടും പറഞ്ഞു നാളെ തൊട്ട്, എൻ്റെ പേര് ജയ, എന്നിട്ട് ജയിച്ച് നാളെ തൊട്ട് പണിക്ക് വരണ്ടാട്ടാന്ന് പറഞ്ഞു. അപ്പം എനിക്ക് വിഷമമായിട്ടാണ്. അന്നേരം രാത്രി ഞാൻ, സിസ്റ്റർ എങ്ങനെയാണ് എൻ്റെ മുതലാളി പറയണത്, എന്താ വേണ്ടതെന്ന്. അപ്പം ജയിച്ച് ഒന്നുകൊണ്ടും പേടിക്കണ്ട, വചനം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. രാവിലെ പോയിക്കോന്നു പറഞ്ഞു. രാവിലെ പോയി, എല്ലാ പണിക്കാരും പോയി, എന്നെ മാത്രം അവിടെ നിർത്തി. ഞാൻ ദൈവത്തിന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് എല്ലാവരും പോയിട്ടും പിന്നെയും പറയണം എന്നോട്, ജയിച്ച് പോയിക്കോ വീട്ടിലേക്ക്, ഇന്ന് പണിയില്ല എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ കർത്താവേ എന്നെ കൈവിട്ടോ എന്ന് പറഞ്ഞ് അവിടെ നിന്നു. പറഞ്ഞ് തീരുമ്പോഴത്തേനും ഒരാൾ പറഞ്ഞു, ഒരു വീട് പണി കഴിഞ്ഞ് കിടക്കേണ്ട ആ റൂമിൽ ഓഫീസിൽ ചൂലുണ്ട്, അതെടുത്തിട്ട് ജയിച്ച് പനങ്ങാട്ടുകരാന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ആ വീട് വൃത്തിയാക്കുമ്പോൾ ഒഴിക്കുമെന്ന് പറഞ്ഞു. അത്ഭുതം തോന്നി എനിക്ക്. ദൈവത്തിനോട് നന്ദി. ആമേൻ. ഒന്ന് കരമൊന്ന് അടിച്ച് കർത്താവിന് നന്ദി പറയാൻ പറ്റുന്നവര്. ജോലിയിൽ പ്രതിസന്ധിയായിട്ട് ആരെങ്കിലും വന്നിപ്പോൾ ഉണ്ടെങ്കിൽ ജോലിയുടെ വാതിൽ വീണ്ടും തുറന്നു കൊടുത്ത കർത്താവിന് ഒന്ന് കരപടിച്ചൊന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. കർത്താവെ, അങ്ങ് ചെയ്യുന്ന അത്ഭുതങ്ങൾക്കായി സ്തോത്രം.